വെൽക്കം ബാക്ക് ടു ഓൾ. എസ്റ്റിമേഷൻ എന്ന പാഠഭാഗത്തെ 11ാമത്തെ വീഡിയോ ആണിത്. ഈ ഒരു വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ ഓഫ് ഫൗണ്ടേഷൻ കണ്ടുപിടിച്ചു. അതേപോലെ തന്നെ ഫൗണ്ടേഷന് പിന്നെ അതേപോലെ തന്നെ ബേസ്മെൻറ്റിൽ കോൺക്രീറ്റ് ഫില്ല് ചെയ്യുന്നതും നമ്മൾ അതിൻ്റെ രണ്ടിൻ്റെയും ക്വാണ്ടിറ്റി കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്തൊക്കെയാണെന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാം. അപ്പോൾ ഞാൻ ആദ്യം ക്വസ്റ്റ്യൻ വായിക്കാം. രണ്ടാമത്തെ പ്രോബ്ലം ആണിത്. ദ ഗിവൺ ഫിഗർ ഈസ് എ പ്ലാൻ ഓഫ് റെസിഡൻഷ്യൽ ബിൽഡിംഗ്. കാൽക്കുലേറ്റ് ക്വാണ്ടിറ്റി ഓഫ് ഫോളോയിങ് ഇൻ സ്റ്റാൻഡേർഡ് ഫോം. റാൻഡം റബിൾ മേസൺറി ഓഫ് ഫൗണ്ടേഷൻ, ബ്രിക്ക് വർക്ക് ഇൻ സൂപ്പർ സ്ട്രക്ചർ. ഓക്കെ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക എന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ പ്ലാനും സെക്ഷനും തരും. എന്നിട്ട് ഇങ്ങനെ 2 ഐറ്റംസ് കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ വരും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പ്ലാൻ നോക്കുക. പ്ലാൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെട്ടതാണ്. ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഹോളിൻ്റെ സൈസ് 400 × 600 ആണ്. 400 തിരശ്ചീനമായ അകലാണ്, 600 എന്നുള്ള വെർട്ടിക്കലായിട്ടുള്ള അകലാണ്. ഭിത്തിയുടെ കനം 24 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. പിന്നെ കിച്ചണിൻ്റെ സൈസ് ഉണ്ട്, ടോയ്ലറ്റ് ഉണ്ട്, ബെഡ്റൂം ഉണ്ട്, പിന്നെ ഡോറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, വാതിലുകളൊക്കെ നൽകിയിട്ടുണ്ട്, സ്റ്റെപ്പും കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് പരിഗണിക്കുക എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എർത്ത് വർക്ക് എക്സ്കവേഷൻ ചെയ്യുമ്പം, അതായത് അടിയിൽ നിന്ന് മണ്ണെടുക്കുമ്പോഴും അതേപോലെ തന്നെ നമ്മൾ ഫൗണ്ടേഷൻ്റെ അടിയിൽ കോൺക്രീറ്റ് ഫില്ല് ചെയ്യുമ്പോഴൊക്കെയാണ് സ്റ്റെപ്പ് കൺസിഡർ ചെയ്യുന്നത്, പരിഗണിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഫിഗറിൽ നമുക്ക് ഇപ്പം ചോദിച്ചിട്ടുള്ളത് എന്താ ക്വസ്റ്റ്യനിൽ, ഫൗണ്ടേഷനിലുള്ള റാൻഡം റബിൾ മേസൺറി എങ്ങനെ ഫൗണ്ടേഷനിൽ ചെയ്യാം. അതേപോലെ തന്നെ സൂപ്പർ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ, ഗ്രൗണ്ട് ലെവലിന് മുകളിലുള്ള ഭാഗമാണ് സൂപ്പർ സ്ട്രക്ചർ. അവിടെ ബ്രിക്ക് വർക്ക് കൊടുക്കണമെങ്കിൽ, ഇഷ്ടിക കൊടുക്കണമെങ്കിൽ എത്ര ക്വാണ്ടിറ്റി വേണം എന്നീ 2 ഐറ്റമാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. അപ്പോൾ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ. ഇനി അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഓഫ് ലോങ് വാൾ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം, ഷോർട്ട് വാൾ കണ്ടുപിടിക്കാൻ അറിയാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നോക്കാം, ഇതാണ് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഓഫ് ലോങ് വാൾ അല്ലേ. ഓക്കെ, അങ്ങനെ എത്ര ലോങ് വാൾ ഉണ്ട്? 1, 2 ലോങ് വാൾ. പിന്നെ ഇതാണ് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഓഫ് ഷോർട്ട് വാൾ അല്ലേ. അപ്പോൾ അങ്ങനെ 3 ഷോർട്ട് വാൾ ഉണ്ട്. അപ്പോൾ ഇതിലൊന്നും ഉൾപ്പെടാത്ത 2 എണ്ണേ ഉള്ളൂ, ഒന്നിതും. ആ 2 വാളും നമ്മൾ പ്രത്യേകം പരിഗണിച്ച് അതിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചതിന് ശേഷം ഇതാണ് സെക്ഷൻ എന്ന് മനസ്സിലാക്കുക. സെക്ഷനിൽ നിന്ന് കുറേ ക്വാണ്ടിറ്റി നമുക്ക് എടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടത്, റാൻഡം റബിൾ മേസൺറി ഓഫ് ഫൗണ്ടേഷനിൽ നമുക്ക് റാൻഡം റബിൾ മേസൺറി കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ സെക്ഷൻ എടുക്കുക. സെക്ഷനിലല്ലേ നമുക്ക് ഫൗണ്ടേഷൻ കാണാൻ പറ്റൂ. ഏതാണ് ഇതിലെ ഫൗണ്ടേഷൻ? ഗ്രൗണ്ട് ലെവലിന് താഴെ ഉള്ളതാണ് ഫൗണ്ടേഷൻ, മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ഫൗണ്ടേഷൻ. അതിൻ്റെ വീതി എത്രയാണ്? 60 അല്ലേ. 60 വീതി, ഉയരം 60. ഓക്കെ, അപ്പം ഫൗണ്ടേഷനിൽ കണ്ടോ റാൻഡം റബിൾ മേസൺറി ആണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റോൺ മേസൺറിയുടെ ഒരു ഫോമാണ് റാൻഡം റബിൾ മേസൺറി, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം ഇതിലെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇതിൻ്റെ വീതിയും ഉയരം നമുക്ക് മനസ്സിലാക്കി അല്ലേ. അപ്പം ഇതിലേക്ക് തിരിച്ചു വരാം. വീതി ഉയരം മനസ്സിലാക്കി കഴിഞ്ഞാൽ ലോങ് വാൾ ഉണ്ട്, ഷോർട്ട് വാൾ ഉണ്ട്, പിന്നെ വാൾ ഇൻ ബിറ്റ്വീൻ കിച്ചൺ ആൻഡ് ബാത്റൂം ഉണ്ട്, വാൾ ബിറ്റ്വീൻ കിച്ചൺ ആൻഡ് ടോയ്ലറ്റ് ഉണ്ട് അല്ലേ. ഓരോന്നിൻ്റെയും എണ്ണം നമുക്കറിയാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോങ് വാൾ 2 എണ്ണം, ഷോർട്ട് വാൾ 3 എണ്ണം ഉണ്ട്. വാൾ ഇൻ ബിറ്റ്വീൻ കിച്ചണിനും ബാത്റൂമിനും ഇടയിലുള്ള വാൾ 1 ഉള്ളൂ. വാൾ ഇൻ ബിറ്റ്വീൻ കിച്ചൺ ആൻഡ് ടോയ്ലറ്റും 1 ഉള്ളൂ. ഇനി ഇതിൻ്റെ ലെങ്ത്ത് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പം നമുക്കറിയാം, ലോങ് വാളിൻ്റെ ലെങ്ത് ആണെങ്കിൽ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റിയുടെ വീതി എടുക്കുക. ഇപ്പം നമ്മൾ ഫൗണ്ടേഷനിലാണ് കൊടുക്കുന്നത് അല്ലേ. ഫൗണ്ടേഷൻ്റെ വീതി എത്രയാണത്? 60 സെൻറ്റിമീറ്റർ ആണ്. അപ്പം സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിനോട് 60 സെൻറ്റിമീറ്റർ കൂട്ടുക. അതാണ് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് പ്ലസ് 0.6. അപ്പം നമുക്ക് 9.08 നീളം കിട്ടിയിട്ടുള്ളത്. വീതി എത്രയാണ്? 60 സെൻറ്റിമീറ്റർ തന്നെയല്ലേ, അതുകൊണ്ട് 0.6. ഉയരം 0.6 തന്നെ. ഓക്കെ, ഇത് 4ഉം കൂടെ ഗുണിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6.54 മീറ്റർ ക്യൂബാണ് ക്വാണ്ടിറ്റി എന്ന് കിട്ടുക. ഓക്കെ, ഇനി അടുത്തത് ഷോർട്ട് വാൾ. 3 എണ്ണം ഉണ്ട്. 3 ഷോർട്ട് വാളാണ്. അതിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിനോട്
0.6 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 5.64 എന്നത് അതിൻ്റെ നീളം കിട്ടും. വീതി 60 സെൻറ്റിമീറ്റർ തന്നെ, ഉയരം 60 സെൻറ്റിമീറ്റർ തന്നെ. ഈ നാലും കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6.09 മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ഏതാണ്? വാൾ ഇൻ ബിറ്റ്വീൻ കിച്ചൺ ആൻഡ് ബാത്റൂം. ബാത്റൂമിനും അടുക്കളയ്ക്കും ഇടയിലുള്ള ഭിത്തി. അതിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് 4.24 എന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, അതിനോട് 0.6 കുറച്ച് കഴിഞ്ഞാൽ 3.64 എന്ന് കിട്ടും. അതാണ് അതിൻ്റെ നീളം. വീതി 60 സെൻറ്റിമീറ്റർ തന്നെ, ഉയരം 60 സെൻറ്റിമീറ്റർ. അത് ഗുണിക്കുമ്പോൾ 1.31 മീറ്റർ ക്യൂബ് കിട്ടും. ഓക്കെ, അടുത്തത് വാൾ ബിറ്റ്വീൻ കിച്ചൺ ആൻഡ് ടോയ്ലറ്റ്. അത് എത്ര എണ്ണം ഉണ്ട്? ഒന്നല്ലേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് അതിൻ്റെ നീളം കണ്ടുപിടിക്കണം. നീളം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിൽ നിന്നും വീതി കുറയ്ക്കണം. 2.4 എന്ന് കിട്ടും. വീതി 60 സെൻറ്റിമീറ്റർ തന്നെ, ഉയരം 60 സെൻറ്റിമീറ്റർ. അപ്പോൾ അത് ഗുണിക്കുമ്പോൾ 0.864 മീറ്റർ ക്യൂബ് എന്ന് നമുക്ക് ക്വാണ്ടിറ്റി കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? റാൻഡറബിൾ മേസൺറി ഫൗണ്ടേഷൻ അതിന് വേണ്ടിയിട്ട് എത്ര ക്വാണ്ടിറ്റി ആവും? ഇതൊക്കെ കൂടെ കൂട്ടുക, ഈ 4 കൂട്ടുക. അപ്പോൾ 14.8 മീറ്റർ ക്യൂബ് ആയിരിക്കും അതിൻ്റെ ക്വാണ്ടിറ്റി. അപ്പോൾ അതാണ് ആൻസർ എഴുതേണ്ടത്. ആദ്യത്തെ എൻ്റെ ആൻസർ അതാണ്. ഇനി അടുത്തത് ബ്രിക്ക് വർക്ക് ഇൻ സൂപ്പർ സ്ട്രക്ചർ. അപ്പോൾ ബ്രിക്ക് വർക്ക് ഇൻ സൂപ്പർ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് സൂപ്പർ സ്ട്രക്ചർ, ഗ്രൗണ്ട് ലെവലിൽ മുകളിലുള്ള അല്ലേ. അപ്പോൾ 3 മീറ്ററാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ 0.24 ആണ് ഇവിടെ എന്ത് വന്നിട്ടുള്ളത്? അതിൻ്റെ വീതി. അത് ക്വസ്റ്റ്യനിൽ ഉണ്ടാവേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ തന്നെ പ്രൊസീജിയർ തുടങ്ങാം. ലോങ് വാൾ അതേപോലെ തന്നെ എഴുതി. 2 ലോങ് വാൾ ഉണ്ട്. അതിൻ്റെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം? സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിനോട് 0.24 കൂട്ടുക. അപ്പോൾ 8.72 മീറ്റർ എന്ന് കിട്ടി. വീതി അതേപോലെ തന്നെ എഴുതാം. ഉയരം 3 മീറ്ററാണ്, അത് എഴുതാം. ഈ 4 കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് 12.55 മീറ്റർ ക്യൂബ് എന്ന് ക്വാണ്ടിറ്റി കിട്ടും. ഇനി അടുത്ത് ഷോർട്ട് വാളാണ്. ഷോർട്ട് വാൾ 3 ഉണ്ട്. അതിൻ്റെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കും? സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിനോട് 0.24. ഇവിടെ വീതി എത്രയാണ്? 24 സെൻറ്റിമീറ്റർ ആണ്. അതുകൊണ്ടാണ് 0.24 കുറച്ചത്. ഓക്കെ, അപ്പം 6 എന്ന് കിട്ടും ആൻസർ. ലെങ്ത്, വീതി അതേപോലെ എഴുതി, ഉയരം അതേപോലെ തന്നെ എഴുതി. അത് ഗുണിക്കുമ്പോൾ 12.96 ആണ് അതിൻ്റെ ക്വാണ്ടിറ്റി. ഇനി അടുത്തത് കിച്ചണിനും ബാത്റൂമിനും ഇടയിലുള്ള ഭിത്തി. അതൊന്നേ ഉള്ളൂ. അതിൻ്റെ നീളം എങ്ങനെ കണ്ടുപിടിക്കാം? സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിനോട് 0.24 കുറയ്ക്കാം. അപ്പോൾ 4 എന്ന് കിട്ടും. വീതി അതേപോലെ തന്നെ എഴുതി, ഉയരം അതേപോലെ തന്നെ എഴുതി. അപ്പോൾ 2.88 മീറ്റർ ക്യൂബ് എന്ന് അതിൻ്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമ്മൾ എന്താണ്? വാൾ ബിറ്റ്വീൻ കിച്ചൺ ആൻഡ് ടോയ്ലറ്റ്. ടോയ്ലറ്റിനും കിച്ചണിനും ഇടയിലുള്ള വാള്. ഓക്കെ, അത് ഒന്നല്ലേ ഉള്ളൂ. ഓക്കെ, അതിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് 3 ആണ്. വീതി 24 സെൻറ്റിമീറ്റർ ആണ്. അത് അതേപോലെ എഴുതി, ഉയരം 3 മീറ്ററും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നീളം എങ്ങനെ കണ്ടുപിടിക്കും? സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിനോട് 0.24 കുറച്ചാൽ 2.76 എന്ന ആൻസർ കിട്ടും. ഓക്കെ, ഈ 4 ക്വാണ്ടിറ്റീസും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 30.39 മീറ്റർ ക്യൂബ് എന്ന് നമ്മുടെ ക്വാണ്ടിറ്റി കിട്ടും. അതാണ് രണ്ടാമത്തെ എൻ്റെ ആൻസർ, ബ്രിക്ക് വർക്ക് ഇൻ സൂപ്പർ സ്ട്രക്ചർ. ഓക്കെ.